പാഠപുസ്തകങ്ങൾക്കപ്പുറം ലബോറട്ടറികൾക്കും അപ്പുറം മറ്റു മേഖലകളിൽ കൂടി നമ്മുടെ കുട്ടികളെ സമ്പന്നരാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ദൗത്യമാണ് ഇതുപോലെയുള്ള കലാമേളകൾ നമ്മൾ നടത്തുന്നത്. ഉപജില്ലാ തലത്തിലും പിന്നെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെയായി നമ്മളെ കുട്ടികളെല്ലാം അവരുടെ സർഗവാസനകളെ മാറ്റുരക്കുകയാണ്. ഈ മാറ്റുരക്കുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് പരസ്പരം ഇടപഴകാനും സംവദിക്കാനും ഒക്കെയുള്ള അവസരമുണ്ടാകുന്നതിനപ്പുറം നമ്മുടെ കലാവാസനകളെ നമുക്ക് പരിപോഷിപ്പിച്ചെടുക്കാൻ കൂടി സാധിക്കും. ആളുകൾ ടേബിളിൻ്റെ മുകളിൽ പോയി ഓരോ ജഡ്ജിമാരെയും കണ്ട് അത് ചോദിക്കേണ്ട കാര്യമില്ല, അനൗൺസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതപ്പോൾ തന്നെ ആ കുട്ടിക്ക് ആ കൗണ്ടറിൽ പോയി ആ സംവിധാനത്തിൽ ഈ സംവിധാനത്തിൽ അപ്പം തന്നെ അറിയാൻ സാധിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് വികാസം പ്രാപിച്ചു വരികയാണ്. വലിയ ഒരു ലോകത്തേക്കാണ് നമ്മളെ കുട്ടികൾ കടക്കുന്നത്. അപ്പോൾ ആ ലോകത്തെ മുഴുവനും പരിചയപ്പെടുത്താൻ ഇത്തരം കലാമേളകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളതിനനുസരിച്ച് നമ്മളത് നടത്തുമ്പോൾ അതിൻ്റേതായ പ്രൗഢിയോടുകൂടി നമുക്കത് നടത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടങ്ങളിലും ഉപജില്ലാ കലാമേളകൾ നടന്നു വരികയാണ്. എല്ലാ കലാമേളകളിലും നല്ല പാർട്ടിസിപ്പേഷനുണ്ട്. ഇപ്പം നമുക്കിവിടെ ദേവതന്ന നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നമുക്കൊക്കെ അഭിമാനിക്കാൻ സാധിക്കുന്ന വലിയൊരു കലാകാരിയായി അവർ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മാറ്റുരക്കലിലൂടെയാണ് അവർ രംഗത്ത് വന്നത്, ലോക പ്രശസ്ത ആവുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരു പ്രചോദനമാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂട്ടായി പരിശ്രമം നടത്താം. നല്ല മത്സരബുദ്ധിയോടുകൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളും അവരതിന് പ്രാപ്തരാക്കാൻ രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ വളരെ സജീവമായ രംഗത്തുണ്ടാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട എയുടെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സംഘമാണ് ഈ ഒരു പരിപാടിയെ കുറ്റമറ്റതാക്കാൻ വേണ്ടി നിതാന്തമായ ജാഗ്രതയോടുകൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയംഗമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ ഉപജില്ലാ കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ എല്ലാ തലത്തിലുമുള്ള കുട്ടികൾക്ക് തങ്ങളുടെ അഭിരുചികൾ മാറ്റുരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് റൂറൽ ഉപജില്ലാ കലോത്സവമാണ് പുത്തൂർമടം സ്കൂളിനെ പ്രധാന വേദിയാക്കി മാറ്റിക്കൊണ്ട് പെരുമണ്ണയിലാകെ കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരിക്കുന്നു. കൃത്യമായ അച്ചടക്കത്തോടുകൂടി ഈ കലോത്സവം വലിയ മാമാങ്കമാക്കി മാറ്റുന്ന പ്രവർത്തനം കാലങ്ങളായി നമ്മൾ കണ്ട് അനുഭവിച്ച് വരുന്നവരാണ്. ഈ പരിപാടി വളരെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടത്തി പരിചയസമ്പന്നരായിട്ടുള്ള വലിയൊരു വിഭാഗം അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ